ഈ സ്മൈൽ മേക്ക് ഓവർ എന്ന് പറയുമ്പോഴേ ഞാൻ ഈ പൊതുവേ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ കയറുമ്പോൾ ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോസ് ധാരാളം നിങ്ങൾ ഇടാറുണ്ട്. ആൻഡ് പലപ്പോഴും ഞാൻ ഈ പേഷ്യൻറ്റിൽ ആ പല്ലിൽ വന്ന് ചേഞ്ച് കാണുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം എങ്ങനെ ഇരുന്നിരുന്നൊരു പല്ല് ഏത് ലെവലിലേക്ക് എത്തി എന്നുള്ളത്. മീൻസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ബിക്കോസ് എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും ഡെൻറ്റിസ്റ്റ് ഭയങ്കര അമേസിങ് ക്രിയേറ്റേഴ്സും കൂടിയാണ് എന്നുള്ളത്. സ്മൈൽ മേക്ക് ഓവറെ കുറിച്ചൊന്ന് സംസാരിക്കാമോ? ലൈക്ക് ഹൗ ഡു യു ചേഞ്ച് സമ്മൺസ് ടീത്ത് ലൈക്ക് ദാറ്റ്? നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം നോക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരുടെ എക്സ്പെക്റ്റേഷൻ മനസ്സിലാക്കും. അവർക്ക് എന്താ വേണ്ടി. പലരുടെ എക്സ്പെക്റ്റേഷൻ പലതാണ്. ചിലർക്ക് ഗമ്മി സ്മൈൽ ഉള്ളവർക്ക് ഗം മോഡിഫിക്കേഷൻസ് ചെയ്യാനായിരിക്കും. ഉന്തിത്തള്ളി നിൽക്കുന്ന പല്ലാവുമ്പോൾ അവർക്ക് അത് അകത്താക്കാനായിരിക്കും. കുഞ്ഞി പല്ലാണെങ്കിൽ അത് വലുതാക്കാനായിരിക്കും. സ്പേസ് ഉള്ളതാണെങ്കിൽ ആ സ്പേസ് ക്ലോഷർ ആയിരിക്കും. അവരുടെ എക്സ്പെക്റ്റേഷൻ മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറേ ഫോട്ടോഗ്രാഫ്സ് എടുക്കും. ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് വീഡിയോ എടുക്കും. വീഡിയോ എടുത്തു കഴിയുമ്പോൾ അവരുടെ ലിപ്സിങ് നോക്കും. എത്ര വിസിബിളാണ്, ടൂത്ത് മാറ്റർ എത്ര വിസിബിളാണ്, ഗം മാറ്റർ എത്ര വിസിബിളാണ്, മോണ അതെത്ര വിസിബിളാണ്, എല്ലാം നോക്കിയിട്ട് എന്താണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത്, എന്ത് ചെയ്താൽ ബെറ്റർ ആകും, അങ്ങനെ ഒരു സ്റ്റഡി നടത്തും. എന്നിട്ട് ആ ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ട് ഞങ്ങൾ തന്നെ സ്മൈൽ ഡിസൈൻ ചെയ്യും. ആ ഫോട്ടോയിൽ ചെയ്ത്, അത് AI ആണ്, ഇപ്പം സോഫ്റ്റ്വെയർസ് ഉണ്ട്, അതിൽ ചെയ്ത് നമുക്ക് ആ കറക്ഷൻ ചെയ്താൽ എന്തായി തീരും എന്ന് ഞങ്ങൾ നോക്കും. ഡിജിറ്റൽ മോക്കപ്പും ചെയ്യും, അല്ലാത്ത മാനുവൽ മോക്കപ്പും ചെയ്യും. ഒറിജിനൽ പല്ല് എങ്ങനെയാണ് അത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഫുൾ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ അതേപടി ഒരു മോഡൽ ഉണ്ടാക്കും. എന്നിട്ട് ആ മോഡൽ കൺവേർട്ട് ചെയ്ത് വായിൽ ബിഫോർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആ സംഭവം വിനിയേഴ്സ് ആണെങ്കിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ആ വായിൽ ചെയ്ത് കാണിക്കാൻ പറ്റും. എങ്ങനെയാവും, ഫൈനൽ റിസൾട്ട് എന്താവും എന്ന് കാണിച്ചിട്ട് ആ ഒരു സ്മൈൽ ടെസ്റ്റിൽ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരോട് ചോദിക്കും അവർക്ക് ടൈം ഉണ്ടോ, ഈ കറക്ഷൻ എല്ലാം ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ, സ്പേസിങ് ഒക്കെ ആണെങ്കിൽ നമുക്കത് അലൈനർ ത്രൂ ചെയ്തെടുക്കാം. ടൈമില്ല, വിതിൻ എ വീക്ക് അല്ല 10 ഡേയ്സിനകത്താണ്. അപ്പോൾ അവർക്ക് അലൈനർ ചെയ്യാനുള്ള സ്കോപ്പുണ്ട്, ബൈറ്റൊക്കെ കറക്റ്റഡ് ആണ്, കേടൊന്നുമില്ല, എല്ലാം അങ്ങ് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ആൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വിനിയേഴ്സ് ചെയ്യും. എല്ലാം പേഷ്യൻ്റ് ഡിപ്പെൻഡൻ്റാണ്. ഒരാളുടെ ഫോട്ടോ നമുക്ക് കണ്ടാൽ അല്ലെ ആളുടെ അടുത്ത് സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്.